തീർച്ചയായിട്ടും പ്രായോഗികമായ ബജറ്റാണ് ഇന്ന് കെ എൻ ബാലഗോപാൽ അവതരിപ്പിച്ചത് എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. എന്ന് മാത്രവുമല്ല, കേരളത്തിൻ്റെ ഒരു ധനസ്ഥിതി അദ്ദേഹത്തിൻ്റെ ബജറ്റ് പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ മെച്ചപ്പെടുന്നു എന്ന സൂചനകളും ഈ ബജറ്റ് മുന്നോട്ട് വെക്കുന്നു എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. ഇപ്പോൾ നോക്കൂ, സാധാരണഗതിയിൽ ഒരു ബജറ്റ് അവതരിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ വിമർശനം ഉണ്ടാകുന്നത് എന്താണ്? ജനങ്ങൾക്ക് മുകളിൽ അധിക നികുതി ഭാരം അടിച്ചേൽപ്പിക്കുന്ന ബജറ്റ് എന്നാണല്ലോ സാധാരണഗതിയിൽ പ്രതിപക്ഷത്തിൻ്റെ ഒരു പ്രതികരണം വരിക എന്നുള്ളത്. പക്ഷേ ഇന്ന് വിചിത്രമായ ഒരു പ്രതികരണമാണ് പ്രതിപക്ഷത്തിൽ നിന്ന് വന്നത്. എന്താണെന്നറിയാമോ? ഇപ്പോൾ 2 ലക്ഷം കോടിയുടെ എക്സ്പെൻഡിച്ചർ പ്രതീക്ഷിക്കുന്ന ഒരു ബജറ്റാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. ഇതിൻ്റെ വിഭവ സമാഹരണം എവിടുന്നാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. നിങ്ങൾ എവിടുന്നാണ് ഈ വിഭവം സമാഹരിക്കാൻ പോകുന്നത്, ഇതിനുള്ള പണം കണ്ടെത്താൻ പോകുന്നത്? അപ്പോൾ 2 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ബജറ്റ് മുന്നോട്ട് വയ്ക്കുന്നത്. അധിക നികുതിയായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് ഒന്ന്, കോർട്ട് ഫീസിൽ ഉണ്ടാക്കിയിട്ടുള്ള വർധനവ്, അല്ലേ? അതേതാണ്ട് ഒരു 150 കോടി രൂപയാണ് അവർ ടാർഗറ്റ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ലാൻഡ് ടാക്സ് വർദ്ധിപ്പിച്ചിരിക്കുന്നു, ഭൂനികുതി വർദ്ധിപ്പിച്ചിരിക്കുന്നു. അതും എത്രയാണ്? 100 കോടി രൂപയുടെ വർധനയാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ ആകപ്പാട് 250 കോടിയാണ് ഈ പറയുന്ന അധിക നികുതി വരുമാനമായിട്ട് ലഭിക്കുന്നത്. ഈ ബജറ്റ് അവതരിപ്പിക്കുന്നതിന് മുമ്പ് തന്നെ മാധ്യമങ്ങളിലടക്കം അഭ്യൂഹങ്ങൾ പ്രചരിച്ചിരുന്നത് പുതിയ സെസ്സുകൾ ഏർപ്പെടുത്തും, പിഴത്തുക വർദ്ധിപ്പിക്കും, അങ്ങനെയൊക്കെ ആയിരിക്കും ഈ വിഭവ സമാഹരണം സർക്കാർ നടപ്പാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഇപ്പോൾ പുതുതായിട്ട് ഒരു സെസ്സും ഏർപ്പെടുത്തിയിട്ടില്ല. കഴിഞ്ഞ ബജറ്റിൽ നമുക്കറിയാമല്ലോ, ഇന്ധനത്തിന് സെസ് ഏർപ്പെടുത്തിയിരുന്നു, മദ്യത്തിന് സെസ് ഏർപ്പെടുത്തിയിരുന്നു, പിഴത്തുകയിൽ വർധനമുണ്ടാക്കിയിരുന്നു. പക്ഷേ അങ്ങനെയൊന്നും തന്നെയുള്ള നടപടികൾ ഉണ്ടായിട്ടില്ല. ആകപ്പാടെ ഈ 2 അധിക നികുതി വർധന മാത്രമാണ് ഉണ്ടായിരിക്കുന്നത്.